ഇതിഹാസ പുരാണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. 1528 മുഗൾ ചക്രവർത്തി ബാബറുടെ സേനാനായകൻ ഇവിടെ ബാബറി മസ്ജിദ് സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്നു. 1853-59 കാലഘട്ടത്തിൽ ക്ഷേത്രം പള്ളി തർക്കത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം തർക്കസ്ഥലം വേലികെട്ടി തിരിച്ചു. 1949 ബാബറി മസ്ജിദിനുള്ളിൽ രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു. തുടർന്ന് ഗേറ്റ് പൂട്ടി ഹിന്ദുക്കൾക്ക് പുറത്ത് പൂജ ചെയ്യാനും മുസ്ലിങ്ങൾക്ക് അകത്ത് പ്രാർത്ഥിക്കാനും അനുമതി നിഷേധിച്ചു. നിയമ പോരാട്ടങ്ങളുടെ സമയത്ത് വിഗ്രഹം ഉണ്ടായിരുന്ന ഭാഗം രാമന്റെ ബാലരൂപത്തെ ആരാധിക്കുന്ന സ്ഥലമാണെന്ന് തെളിയിക്കപ്പെട്ടു. 1986 കോടതി ഉത്തരവനുസരിച്ച് പള്ളിയിലെ പൂട്ട് തുറന്ന് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അനുമതി നൽകി. 1992 ഡിസംബർ 2 ബാബറി മസ്ജിദ് ഒരു കൂട്ടം കർസേവകർ തകർത്തു. കർസേവകർ എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ലക്ഷ്യത്തോടെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആഹ്വാനപ്രകാരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തിച്ചേർന്ന പ്രവർത്തകരായിരുന്നു അവർ. 2019 നവംബർ 9 സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയെ തുടർന്ന് തർക്കസ്ഥലം ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാൻ ട്രസ്റ്റിന് കൈമാറാനും പള്ളി നിർമ്മിക്കാൻ മുസ്ലിം കക്ഷികൾക്ക് അയോധ്യയിൽ തന്നെ മറ്റൊരിടത്തെ 5 ഏക്കർ സ്ഥലം നൽകാനും ഉത്തരവിട്ടു. 2020 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര നിർമ്മാണത്തിന് ശിലയിടൽ ചടങ്ങ് നടത്തി, അതായത് ഭൂമി പൂജ നടത്തി. 2024 ജനുവരി 22 നിർമ്മാണം പൂർത്തിയായ പുതിയ ക്ഷേത്രത്തിൽ രാമലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. ശ്രീ രാമലല്ല എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ബാലരൂപത്തിലുള്ള ശ്രീരാമൻ എന്നതാണ്. അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഈ രൂപത്തിലാണ്. സാംസ്കാരികമായും മതപരമായും ഈ വിഗ്രഹത്തിന് അതീവ പ്രാധാന്യമുണ്ട്. അയോധ്യ ശ്രീരാമൻ്റെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നു, അതായത് രാമ ജന്മഭൂമി. രാമലല്ല എന്നത് ഈ ജന്മഭൂമിയുടെ സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്നു. പ്രതിഷ്ഠ നടന്ന ശേഷം ക്ഷേത്രം ഇപ്പോൾ ഭക്തർക്കായി തുറന്നിരിക്കുന്നു. ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത്. അയോധ്യ നഗരത്തിന് ചുറ്റും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ടൂറിസത്തിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ശ്രീരാമദേവന്റെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കുന്ന ഈ പുണ്യഭൂമി നിയമ പോരാട്ടങ്ങൾക്ക് വിരാമമിട്ട് ഒരു ആധുനിക ക്ഷേത്രമായി ഉയർന്നു വന്നതിൻ്റെ പരിസമാപ്തിയാണ് പ്രാണപ്രതിഷ്ഠ. ഒരു വിഗ്രഹത്തെ കേവലം ഒരു ശിലയിൽ നിന്ന് ആരാധനാമൂർത്തിയായി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ആചാരമാണ് പ്രാണപ്രതിഷ്ഠ. ഈ ചടങ്ങ് വിഗ്രഹത്തിലേക്ക് ചൈതന്യം അല്ലെങ്കിൽ പ്രാണൻ ആവാഹിക്കുന്നു എന്നതാണ് വിശ്വാസം. പ്രാണപ്രതിഷ്ഠയുടെ പ്രധാന ദിനം 2024 ജനുവരി 22 ആയിരുന്നെങ്കിലും ഇതിനായുള്ള ആചാരങ്ങൾ ആഴ്ച മുമ്പേ ആരംഭിച്ചിരുന്നു. ശ്രീരാമ ലല്ലയുടെ വിഗ്രഹം കൊത്തിയ ശില്പി അരുൺ യോഗിരാജ് ആണ്. അദ്ദേഹം കർണാടകയിലെ മൈസൂർ സ്വദേശിയാണ്.
കൃഷ്ണശില അഥവാ ശ്യാമശില ഉപയോഗിച്ചാണ് വിഗ്രഹം പണിതത്. കർണാടകയിലെ മൈസൂരുവിൽ നിന്ന് കൊണ്ടുവന്ന കടുപ്പമേറിയ കറുപ്പ് കല്ലാണ്. വിഗ്രഹത്തിന് ഏകദേശം 51 ഇഞ്ച് 4.25 അടി ഉയരമുണ്ട്. വിഗ്രഹത്തിന് ഏകദേശം 200 കിലോഗ്രാം ഭാരമുണ്ട്. വിഗ്രഹം ശ്രീരാമൻ്റെ 5 വയസ്സുള്ള ബാലരൂപത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പ്രതിഷ്ഠാസ്ഥാനം ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിലാണ്, അതായത് പ്രധാന പ്രതിഷ്ഠാസ്ഥാനത്താണ്. വിഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ 5 രൂപങ്ങളുടെ സംയോജനമാണ് ഈ ഒരു വിഗ്രഹം. വിഗ്രഹത്തിൽ രാമൻ്റെ ബാലരൂപത്തിന് പുറമെ മറ്റ് 4 ദേവതകളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് രാമൻ്റെ ഈശ്വരീയ രൂപത്തെ എടുത്തു കാണിക്കുന്നു. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ, അതായത് ദശാവതാരങ്ങളിൽ ഉൾപ്പെടുന്ന മത്സ്യം, കൂർമ്മം, വരാഹ, നരസിംഹ, വാമന തുടങ്ങിയ രൂപങ്ങൾ, ഗണപതി, ഹനുമാൻ, ഗരുഡൻ തുടങ്ങിയവരുടെ രൂപങ്ങളും വിഗ്രഹത്തിന് ചുറ്റും കൊത്തിയിട്ടുണ്ട്. ഈ ഒരു കല്ലിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കൃഷ്ണശില വളരെ കടുപ്പമേറിയതും വെള്ളം കയറാത്തതും ആയതിനാൽ ദിവസേനയുള്ള അഭിഷേകങ്ങളും ചന്ദനലേപനങ്ങളും വിഗ്രഹത്തെ ദീർഘകാലത്തേക്ക് കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കും. വിഗ്രഹത്തിന് ചുറ്റും ഒരു പ്രഭാവലയം കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് രാമനെ വിഷ്ണുവിൻ്റെ അവതാരമായി ചിത്രീകരിക്കുന്നതാണ്. ഈ പുതിയ വിഗ്രഹമാണ് 2024 ജനുവരി 22 പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലൂടെ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായി മാറിയത്. ജനുവരി 16 പ്രധാന ആചാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. സരയൂ നദിയിൽ നിന്നുള്ള ജലം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. ജനുവരി 17 പുതിയ രാമലല്ല വിഗ്രഹം ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചു. ജനുവരി 18 അധിവാസ ചടങ്ങുകൾ. പ്രധാന വിഗ്രഹത്തെ മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ജനുവരി 19 ഔഷധാദി വാസം, കേസരാദി വാസം. ഔഷധങ്ങളോടും കുങ്കുമത്തോടും വിഗ്രഹത്തെ ചേർത്ത് വെക്കുന്ന ചടങ്ങുകൾ. അതുപോലെ തന്നെ ജനുവരി 20 ശർക്കരാദിവാസം, ഘൃതാദിവാസം. വിഗ്രഹത്തെ ശർക്കരയിലും നെയ്യിലും ചേർത്ത് വെക്കുന്നു. ജനുവരി 21 സേനാദിവാസം. വിഗ്രഹത്തെ ഉറക്കമുണർത്തുന്നതിന് മുന്നോടിയായി ശയനം, അതായത് കിടത്തൽ. 125 കലശങ്ങൾ ഉപയോഗിച്ചുള്ള സ്നാനം. ജനുവരി 22 പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തം. ജനുവരി 22 പ്രധാന നിമിഷങ്ങൾ. മുഹൂർത്തം ഉച്ചയ്ക്ക് 12:20 12:30 ഇടയിൽ. ഇത് അതിതീവ്രമായ ശുഭമുഹൂർത്തമായി കണക്കാക്കപ്പെടുന്നു. ഇതിന് നേതൃത്വം വഹിച്ചത്, അതായത് അത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അദ്ദേഹത്തെ മുഖ്യ യജമാനായി കരുതപ്പെടുന്നു. അദ്ദേഹത്തോടൊപ്പം മുഖ്യ പൂജാരിമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാന ഭാഗം വിഗ്രഹത്തിൻ്റെ കണ്ണുകൾ തുറക്കുന്ന ചടങ്ങാണ്. ചന്ദനം, തേൻ തുടങ്ങിയവ ഉപയോഗിച്ച് മൂടിയിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ കണ്ണുകൾ ഒരു സ്വർണ്ണ ദണ്ഡ് ഉപയോഗിച്ച് പ്രധാനമന്ത്രി തുറന്നു. തുടക്കത്തിൽ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളും പരിമിതമായ ക്ഷണിക്കപ്പെട്ടവരും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ഈ ചടങ്ങ് ഭാരതത്തിലെ ചരിത്രത്തിലെ ഒരു വലിയ സാംസ്കാരിക മതപരമായ ആഘോഷമായി മാറി. 2024 ജനുവരി 22 രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം 2025 നവംബർ 25 രാമക്ഷേത്ര നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ധ്വജാരോഹണ, അതായത് കൊടിമരം സ്ഥാപിക്കൽ, പതാക ഉയർത്തൽ ചടങ്ങാണ് നടന്നത്. അതിന് ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശിഖരത്തിൽ കൊടിമരം സ്ഥാപിക്കുകയും പതാക ഉയർത്തുകയും ചെയ്തു. ഈ ചടങ്ങോടെ ക്ഷേത്രം ഒരു നിർമ്മാണ സ്ഥലത്ത് നിന്ന് പൂർണ്ണമായ ഒരു ദിവ്യവാസ സ്ഥലമായി പരിവർത്തനം ചെയ്യപ്പെട്ടതായും
നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിച്ചതായും ട്രസ്റ്റ് അധികൃതർ പ്രഖ്യാപിച്ചു. ചില പുരോഹിതന്മാർ ഇതിനെ രണ്ടാം പ്രാണ പ്രതിഷ്ഠ എന്നും വിശേഷിപ്പിച്ചു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീരാമദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.